ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടത്തുന്ന വർണ്ണപ്പകിട്ട് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സ് പ്രവേശനം തുടങ്ങി. ഒക്ടോബറിൽ ഗുരുവായൂരിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം പരിപാടിയുടെ മുന്നോടിയായി സാന്ദ്രാനന്ദം പരിപാടി നടന്നു. ടൂറിസം രംഗത്ത് വയനാടിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എയർ റെയിൽ കണക്ടിവിറ്റി അനിവാര്യമാണെന്ന് MDC പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവമ്പാടി ഗവൺമെന്റ് ITI കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവമ്പാടി ITIയിൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതുതലമുറ കോഴ്സുകൾ കൊണ്ടുവരും. ഇതിന് സാങ്കേതിക പ്രയാസം നേരിട്ടാൽ ജില്ലയിലെ മറ്റ് ITIകളിലെ കോഴ്സുകൾ തിരുവമ്പാടിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആലോചിക്കുന്നത് മറ്റ് ITIകളിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ മന്ത്രിയുടെ തീരുമാനം മാത്രം മതിയാവും, മറ്റതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം കൂടെ വേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ ഇത്രയും ദൂരം എങ്ങനെ നടന്നൊക്കെ വരുന്നത് വളരെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ KSRTC ബസ്സോ മറ്റേതെങ്കിലും സൗകര്യം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം MLA സഹായിക്കാം. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോർജ് M. തോമസ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, വൈസ് പ്രസിഡന്റ് KA അബ്ദുൾ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VP ജമീല, തിരുവമ്പാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റംല ചോലക്കൽ, വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ അഭിനന്ദൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N. ശ്രീജയൻ, ട്രെയിനിംഗ് ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ P. വാസുദേവൻ, കോളേജ് പ്രിൻസിപ്പൽ AJ ഹരിശങ്കർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ നഗരിയിൽ വർണ്ണപ്പകിട്ടിന്റെ അരങ്ങുണർന്നു. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടത്തുന്ന വർണ്ണപ്പകിട്ട് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം.
ബ്യൂറോ, കോഴിക്കോട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സ് പ്രവേശനം തുടങ്ങി. എല്ലാവർക്കും ബിരുദമെന്ന ആശയവുമായാണ് കോഴ്സ്. സെപ്റ്റംബർ 10 വരെ www.sgou.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. 28 ബിരുദാനന്തര കോഴ്സുകൾക്കും 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കുമാണ് അപേക്ഷ ക്ഷണിച്ചത്. MBA, MCA കോഴ്സുകൾ കൂടി ഈ വർഷം തുടങ്ങുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് അറിയിച്ചു. വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ജാപ്പനീസ് ഭാഷാ കോഴ്സുകളും ഉടൻ തുടങ്ങും. 5 റീജിയണൽ സെന്ററുകളുടെ കീഴിലായി കേരളത്തിലുടനീളം 45 പഠന കേന്ദ്രങ്ങളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുള്ളത്. ജില്ലയിൽ പേരാമ്പ്ര CKGM ഗവൺമെന്റ് കോളേജ്, മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫാറൂഖ് കോളേജ് എന്നിവയ്ക്ക് പുറമെ ഈ വർഷം മുതൽ കിളിയനാട് IHRD കോളേജ്, വെള്ളിമാടുകുന്ന് JDT ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചാത്തമംഗലം MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയും പഠന കേന്ദ്രമായി പ്രവർത്തിക്കും. പ്രായപരിധിയോ മാർക്ക് മാനദണ്ഡമോ ഇല്ലാതെ പഠിക്കാൻ താൽപര്യമുള്ള അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരമൊരുക്കുന്നു എന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി മിനിമം യോഗ്യതയുള്ള ആർക്കും ബിരുദത്തിനും ഡിഗ്രി ഉള്ളവർക്ക് ഏത് വിഷയത്തിലും PG നേടാനും അവസരമുണ്ട്. ഈ അധ്യയന വർഷത്തെ കലോത്സവം സെപ്റ്റംബറിൽ കോഴിക്കോട്ടും അത്ലറ്റിക് മീറ്റ് 2026 ജനുവരിയിൽ എറണാകുളത്തും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒക്ടോബറിൽ ഗുരുവായൂരിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം പരിപാടിയുടെ മുന്നോടിയായി സാന്ദ്രാനന്ദം പരിപാടി നടന്നു. ഗോവിന്ദപുരം ഭക്തജന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗോവിന്ദപുരം ഭക്തജന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖില ഭാരത നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബറിൽ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന വൈകുണ്ഠാമൃതം പരിപാടിയുടെ മുന്നോടിയായി ശ്രീ വളയനാട് ദേവീക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് സാന്ദ്രാനന്ദം പരിപാടി നടന്നു.
പരിപാടി സ്വാമി ചിദാത്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സുനിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി VP രവീന്ദ്രൻ, ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശൻ, ജില്ലാ പ്രതിനിധി മീര ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. സമിതി സെക്രട്ടറി ജയദേവൻ ഉണ്ണി സ്വാഗതം പറയുകയും മാതൃസമിതി കൺവീനർ രതി കെ രാജ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കണ്ണട ഒഴിവാക്കാൻ 30 സെക്കൻഡ് ശസ്ത്രക്രിയ എന്ന സംവിധാനവുമായി ഐ ഫൗണ്ടേഷൻ. റിലാക്സ് സ്മൈൽ എന്ന ആധുനിക സംവിധാനമാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുക. 30 സെക്കൻഡിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നേക്കുമായി കണ്ണട ഒഴിവാക്കാനാകുന്ന നൂതന ലാസിക് ശസ്ത്രക്രിയാ സംവിധാനത്തിന് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ തുടക്കമായി. നേത്ര സംരക്ഷണ രംഗത്തെ ലോകപ്രശസ്ത കമ്പനിയായ സീസ് വികസിപ്പിച്ച റിലാക്സ് സ്മൈൽ സാങ്കേതിക വിദ്യയിലൂടെയാണ് വേദനാരഹിതമായ ശസ്ത്രക്രിയ നടത്തുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രേയസ് രാമമൂർത്തി പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനാകാതെ പോകുന്നവർക്കും സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണട മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഏറെ പ്രയോജനപ്രദമാണ് റിലാക്സ് സ്മൈൽ ശസ്ത്രക്രിയയെന്ന് അദ്ദേഹം പറഞ്ഞു. ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ നേത്ര തകരാറുകൾ റിലാക്സ് സ്മൈൽ വഴി പരിഹരിക്കാം. ഒരു കണ്ണിന് 30 സെക്കൻഡ് മാത്രം സമയം മതി എന്നതും പരമാവധി 3 മില്ലിലിറ്റർ വരെയുള്ള മുറിവേ ഉണ്ടാക്കൂ എന്നുള്ളതും ശസ്ത്രക്രിയയുടെ പ്രത്യേകതയാണ്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ദി ഐ ഫൗണ്ടേഷന്റെ കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് പുതിയ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ചീഫ് മെഡിക്കൽ ഓഫീസർ വിശേഷ് N, ചീഫ് ഒപ്റ്റോമെട്രിസ്റ്റ് രാജീവ് P നായർ, ഡോക്ടർ ശ്രുതി P ബാബു, കേരള ഹെഡ് തമിഴ് സെൽവൻ, സെന്റർ മാനേജർ സജിത് കണോത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. കൺസൾട്ടേഷനും 2500 രൂപയുടെ സ്കാനിങ്ങും സൗജന്യമായിരിക്കും. കൂടാതെ ആദ്യ 100 രോഗികൾക്ക് 20,000 രൂപ ഡിസ്കൗണ്ടും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസിന്റെ ഈ വർഷത്തെ നാഷണൽ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. PR ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേധാവി വരുൺ സോണി പ്രഖ്യാപനം നടത്തി. ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസിന്റെ ഈ വർഷത്തെ നാഷണൽ ടാലന്റ് ഹണ്ട് സ്കോളർഷിപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം, ആകാശ് ഡിജിറ്റൽ, ഇൻവിക്ടസ് കോഴ്സുകൾക്ക് ഉപയോഗിക്കാവുന്ന മൊത്തം 280 കോടി രൂപയുടെ സ്കോളർഷിപ്പുകളും 2.5 കോടി രൂപയുടെ ക്യാഷ് അവാർഡുകളും നൽകി മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പോലുള്ള ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ക്ലാസ് 8 മുതൽ 12 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആകാശ് ഇൻവിക്ടസ് JEE അഡ്വാൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിനുള്ള ദേശീയതല യോഗ്യതയും സ്കോളർഷിപ്പും വേണ്ടിയുള്ള പരീക്ഷ ഓഗസ്റ്റ് 24, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 7 തീയതികളിൽ നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷ എഴുതാം. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. October and 12th October, these two are Sundays. So these 2 Sundays, as the children will not be having schools and they will be free, so those 2 days children can come to any of our nearest branches and they can give this ANTHE examination. And this offline examination timing is 10:30 AM to 11:30 AM. This is a 1-hour examination where the examination fee is 300. Of course, if the children are enrolling now as an early bird offer, they will be getting 50% discount and the child can enroll. വാർത്താ സമ്മേളനത്തിൽ ആകാശ് PR ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേധാവി വരുൺ സോണി, കേരള മേധാവി വെങ്കട രവികാന്ത്, സെയിൽസ് മേധാവി സംഷീർ K, ബ്രാഞ്ച് മേധാവി വിനീഷ് കുമാർ K, അസിസ്റ്റന്റ് ഡയറക്ടർ ദിവ്യ L എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഒരുക്കുന്നു ഞങ്ങൾ
Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി അജ്രക് ബാത്തിക് സിൽക്ക് സാരികൾ കലംകരി പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ ഷർട്ട് പീസുകൾ കുപ്പടം തൊത്തികൾ ബെഡ്ഷീറ്റുകൾ ചുരിദാറുകൾ പരവതാനികൾ ഉന്നം നിറച്ച കിടക്കുകൾ റെഡിമെയ്ഡുകൾ ലുങ്കികൾ കരകൗശല വസ്തുക്കൾ ലെതർ ഉൽപ്പന്നങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ കാർപ്പറ്റുകൾ ചൂരൽ കസേരകൾ പാലക്കാടൻ മൺപാത്രങ്ങൾ കറിക്കത്തികൾ പച്ചക്കറി വിത്തുകൾ വളങ്ങൾ അലങ്കാര ചെടികൾ ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ലെതർ ഉൽപ്പന്നങ്ങൾ ചെരിപ്പുകൾ ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെറിയ പലാക്കിൽ മാളിയേക്കൽ കുടുംബ സംഗമം ബേപ്പൂരിൽ നടന്നു. ഇതിന്റെ ഭാഗമായി നടന്ന വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ഒരു വട്ടം കൂടി സംഗമം മജീഷ്യൻ പ്രദീപ് ഹുഡിനോ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി പ്രസിഡന്റ് CPM സയ്യിദ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ K മൊയ്തീൻ കോയ, M ഗിരിജ ടീച്ചർ, ജനറൽ സെക്രട്ടറി CPM സുധീർ, ട്രഷറർ മുഹമ്മദ് സാദിഖ്, CPM ഇജാസ്, CPM അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. KV ഷുഹൈബ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. സമാപന സമ്മേളനം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. CPM തസ്ലീന മുഹമ്മദ് അലിയെ ഹാപ്പി ഫാമിലിയായി തിരഞ്ഞെടുത്തു. വിവിധ കലാപരിപാടികളും കുടുംബ സംഗമത്തിന് കൊഴുപ്പേകി. CPM ഉസ്മാൻ കോയ, K ഉസ്മാൻ കോയ, CPM ഉമ്മർ കോയ, CPM സൈഫുദ്ദീൻ അഹമ്മദ്, CPM ഇലിയാസ്, NC ഇബ്രാഹിം കോയക്കുട്ടി, P സക്കീർ, CPM അബൂബക്കർ റാസി, CPM അന്ത്രു, MM അബ്ദുൾ ഗഫൂർ എന്നിവർ സമ്മാനദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടൂറിസം രംഗത്ത് വയനാടിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എയർ റെയിൽ കണക്ടിവിറ്റി അനിവാര്യമാണെന്ന് MDC പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി. സുൽത്താൻ ബത്തേരിയിൽ മൈസൂർ ട്രാവൽസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ ബത്തേരിയിൽ മൈസൂരു ട്രാവൽസിന്റെ പുതിയ ഓഫീസ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ അധ്യക്ഷൻ ഷെവലിയാർ C ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല തകർന്നതോടെ വയനാട് പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണെന്നും അതിലൂടെ മാത്രമേ വയനാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വയനാട്ടിലേക്ക് ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് സുഗമമായി എത്തിച്ചേരാൻ എയർ സ്ട്രിപ്പ്, നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ തുടങ്ങിയവ അനിവാര്യമാണെന്നും ഇതിനായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വയനാട്ടിലെ ബന്ധപ്പെട്ട സംഘടനകളുമായി സഹകരിച്ച് ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം രംഗത്ത് വയനാട്ടിൽ മുതലിറക്കുന്നതിന് കൂടുതൽ സംരംഭകർ രംഗത്ത് വരണമെന്നും മൈസൂരു ട്രാവൽസിന്റെ പുതിയ ശാഖ ആരംഭിച്ചത് ഇതിനുള്ള തുടക്കമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ചടങ്ങിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ TK രമേശ്, വൈസ് ചെയർപേഴ്സൺ LC പൗലോസ്, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ജോണി പാറ്റാനി, സുൽത്താൻ ബത്തേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PY മത്തായി, വിനയകുമാർ അഴീപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മൈസൂരു ട്രാവൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലേഷ്യ, ലക്ഷദ്വീപ് ടൂർ പാക്കേജുകൾക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടായിരിക്കുമെന്നും ജനറൽ മാനേജർ അബ്ദുൾ റസാഖ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തെ വിജ്ഞാന സമൂഹമായി മാറ്റുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടത്തുന്ന വർണ്ണപ്പകിട്ട് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം.
ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സ് പ്രവേശനം തുടങ്ങി. ഒക്ടോബറിൽ ഗുരുവായൂരിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം പരിപാടിയുടെ മുന്നോടിയായി സാന്ദ്രാനന്ദം പരിപാടി നടന്നു. ടൂറിസം രംഗത്ത് വയനാടിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എയർ റെയിൽ കണക്ടിവിറ്റി അനിവാര്യമാണെന്ന് MDC പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.